Assalamu alaikum. Today I am going to recite Surah Isra ayah number 10 to 13 with its meaning. أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. وَأَنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ أَعْتَدْنَا لَهُمْ عَذَابًا أَلِيمًا. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നുവെന്നും. وَيَدْعُ الْإِنسَانُ بِالشَّرِّ دُعَاءَهُ بِالْخَيْرِ وَكَانَ الْإِنسَانُ عَجُولًا. മനുഷ്യൻ ഗുണത്തിന് പ്രാർത്ഥിക്കുന്ന പ്രകാരം അവൻ ദോഷത്തിനും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഒരു ധൃതി കൂട്ടുന്നവനാകുന്നു താനും. وَجَعَلْنَا اللَّيْلَ وَالنَّهَارَ آيَتَيْنِ فَمَحَوْنَا آيَةَ اللَّيْلِ وَجَعَلْنَا آيَةَ النَّهَارِ مُبْصِرَةً لِتَبْتَغُوا فَضْلًا مِّن رَّبِّكُمْ وَلِتَعْلَمُوا عَدَدَ السِّنِينَ وَالْحِسَابَ وَكُلَّ شَيْءٍ فَصَّلْنَاهُ تَفْصِيلًا. രാത്രിയെയും പകലിനെയും നാം രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. എന്നാൽ രാത്രിയാകുന്ന ദൃഷ്ടാന്തത്തെ നാം മായ്ച്ച് ഇരുട്ടിയതാക്കി വെച്ചു. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ തേടിയെടുക്കാൻ വേണ്ടി പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം കാണാത്ത വെളിച്ചമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുവാൻ വേണ്ടിയും എല്ലാ കാര്യവും തന്നെ നാം അത് വിസ്തരിച്ച് വിശദീകരിച്ചിരിക്കുന്നു. ആവശ്യമായതൊന്നും നാം വിവരിക്കാതിരുന്നിട്ടില്ല. وَكُلَّ إِنسَانٍ أَلْزَمْنَاهُ طَائِرَهُ فِي عُنُقِهِ وَنُخْرِجُ لَهُ يَوْمَ الْقِيَامَةِ كِتَابًا يَلْقَاهُ مَنشُورًا. എല്ലാ മനുഷ്യനും തന്നെ അവൻ്റെ ശകുനം അവൻ്റെ കഴുത്തിൽ നാം ഏർപ്പെടുത്തി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിൽ അവന് ഒരു ഗ്രന്ഥം നാം വെളിക്കൊണ്ടുവരികയും ചെയ്യും. തുറന്നു വിരുത്തപ്പെട്ടതായി അതവൻ കണ്ടെത്തുന്നതാണ്.